ഗൈസ്, ഐഫോൺ 17 പ്രോ ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ഇത് 5 ദിവസമായി ഞാൻ ഈ ഫോൺ എടുത്തിട്ട്. അപ്പം ആദ്യത്തെ 2 ദിവസം ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറയുന്നതായിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് iOS 26 വന്നതിന് ശേഷം. അപ്പം ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ പവർ മോഡ് ഇട്ടിരിക്കുന്നത് അഡാപ്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ അഡാപ്റ്റീവ് ഇട്ടേക്കുന്ന കാരണം ഫോൺ നമ്മുടെ യൂസേജ് പാറ്റേൺ പഠിച്ചിട്ട് എപ്പോൾ പവർ കൂടുതൽ വേണം, എപ്പോൾ പവർ കുറവ് മതി എന്നുള്ളത് സ്വന്തമായിട്ട് തീരുമാനിച്ച് ചെയ്യുന്നതാണ്. വലിയ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയില്ല. അത് ഞാൻ ഓണാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് അവർ തന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സ്ഥിരം കുറേ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമറ യൂസേജ് 24% ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. ടോട്ടൽ സ്ക്രീൻ ഓൺ ടൈം ഇന്ന് രാവിലെ 7:45 ഫുൾ ചാർജ് ആയിട്ടിരുന്ന ബാറ്ററിയാണ്. ഇപ്പോൾ 42% ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ യൂസേജ് ടോട്ടൽ 67% ആണ് ഇന്ന് ബാറ്ററി കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്ക്രീൻ ഓൺ ടൈം 3 ഹവേഴ്സ് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല. ഒരു 4000-ൻ്റെ mAh വരുന്ന ബാറ്ററി 3800 സംതിങ് mAh ഉള്ളൂ. അപ്പം കുഴപ്പമില്ല. ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ നല്ല കിട്ടുന്നുണ്ട്. പിന്നെ 16 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഓക്കെ. അപ്പം കുഴപ്പമില്ല. ചെറിയ ഡിവൈസ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് പാക്കേജ്. ആദ്യത്തെ 2 ദിവസം കൂടുതൽ എടുത്തു ചാർജ്. അത്രയേ ഉള്ളൂ. അത് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടായിരിക്കും. കാരണം മുമ്പൊക്കെ OS അപ്ഡേറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ iOS 26 കുറച്ച് ഹെവി ആയിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല ഗൈസ്. ബാറ്ററി ബാക്ക് ലൈഫ് കിട്ടുന്നുണ്ട്.